ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. റെയ്സിന സംഭാഷണം 9ാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോട്ടാക്കിസ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സമരം ചെയ്യുന്ന കർഷക നേതാക്കളെ 5ാം വട്ട ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. താങ്ങുവില ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും. ബ്രസീലിൽ ഇന്ന് ആരംഭിക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. റെയ്സിന സംഭാഷണം 9ാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോട്ടാക്കിസ് ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. 3 ദിവസത്തെ റെയ്സിന സംഭാഷണത്തിൽ 100 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും സൈനിക മേധാവികളും മറ്റ് പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. അക്കാദമിക വിദഗ്ധർ, വ്യവസായ പ്രമുഖർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരും ഇതിന്റെ ഭാഗമാകും. ഭൌമരാഷ്ട്രീയം, ഭൌമ സമ്പദ്ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സുപ്രധാന സമ്മേളനമാണ് റെയ്സിന സംഭാഷണം. അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഇതിലൂടെ ചർച്ച ചെയ്യുക. സംഘർഷം, മത്സരം, സഹകരണം, സൃഷ്ടി എന്ന പ്രമേയത്തിലൂന്നിയാണ് റെയ്സിന ഡയലോഗിന്റെ 9ാം പതിപ്പ് സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2500 പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോട്ടാക്കിസുമായി ഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഗ്രീസ് പ്രധാനമന്ത്രി ഇന്നലെ രാത്രിയാണ് ന്യൂഡൽഹിയിൽ എത്തിയത്. മുതിർന്ന ഉദ്യോഗസ്ഥരും ഉന്നതതല വ്യവസായിക പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഗ്രീസ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കുന്ന ഔദ്യോഗിക വിരുന്നിലും അദ്ദേഹം പങ്കെടുക്കും. 15 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഗ്രീസ് രാഷ്ട്രത്തലവൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ റെയ്സിന ഡയലോഗ് ഉൾപ്പെടെ സുപ്രധാന പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം മുംബൈയും സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഗുജറാത്ത്, ഉത്തർപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കം. അഹമ്മദാബാദിൽ നടക്കുന്ന ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സുവർണ ജൂബിലി ആഘോഷത്തിൽ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് മഹസേനയിൽ 8350 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വൈകിട്ട് നവ്സാരിയിലെത്തുന്ന പ്രധാനമന്ത്രി 17500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. പിന്നീട് കക്രപ്പാർ ആണവ നിലയം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 2 പുതിയ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ രാജ്യത്തിന് സമർപ്പിക്കും. മറ്റന്നാൾ വാരാണസിയിൽ സൻസദ് സംസ്കൃതി പ്രതിയോഗിതാ വിജയികൾക്കുള്ള സമ്മാന വിതരണ പരിപാടിയിലും ശ്രീ മോദി പങ്കെടുക്കും. സദ്ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് വാരാണസിയിൽ 13000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വയനാട് കളക്ടറേറ്റിൽ ജില്ലാ ഭരണകൂടവുമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ഉന്നതതല യോഗം ചേരും. കൂടാതെ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട മറ്റൊരു യോഗത്തിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവികാഭ്യാസമായ മിലൻ 2024ന്റെ 12ാമത് പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നിർവഹിക്കും. കിഴക്കൻ നാവിക കമാൻഡ് ബേസിൽ സജ്ജീകരിച്ചിരിക്കുന്ന മിലാൻ വില്ലേജും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയും തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്തും ഉൾപ്പെടെ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നാവിക സഹകരണത്തിനും സമുദ്ര വാണിജ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മിലൻ മികച്ച വേദിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആരംഭിക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ന് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. G20 അധ്യക്ഷ പദവി ബ്രസീൽ ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണിത്. കഴിഞ്ഞ ഡിസംബറിലാണ് ബ്രസീൽ ഇന്ത്യയിൽ നിന്ന് G20 അധ്യക്ഷ പദം ഏറ്റെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കർഷക സമരവുമായി ബന്ധപ്പെട്ട് 5ാം വട്ട ചർച്ചയ്ക്ക് കർഷക നേതാക്കളെ ക്ഷണിച്ച് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. മിനിമം താങ്ങുവില, വിള വൈവിധ്യവൽക്കരണം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്യുന്ന കർഷകരോട് സമാധാനം പാലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കർഷക സമരവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇടപെടൽ. 100 കണക്കിന് ട്രാക്ടറുകളുമായി ശംഭു അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർഷകരെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിമർശിച്ചു. പഞ്ച്കുള സ്വദേശിയായ അഭിഭാഷകൻ ഉദയ് പ്രതാപ് സിംഗ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പ്രതിഷേധക്കാർക്ക് പൊതുജീവിതം തടസ്സപ്പെടുത്താൻ അനുവാദമില്ലെന്ന് 2-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. മോട്ടോർ വാഹന നിയമപ്രകാരം ദേശീയപാതകളിൽ ട്രാക്ടർ ട്രോളികൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ഇത്രയധികം കർഷകരെ ഒത്തുകൂടാൻ അനുവദിച്ച പഞ്ചാബ് സർക്കാരിന്റെ നടപടിയെയും ചോദ്യം ചെയ്തു. ലക്ഷദ്വീപിലെ ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്താവലെ കവരത്തി ദ്വീപിൽ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സമാജിക് അധികാരിത ശിവിറിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദ്വീപിലെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിവരികയാണെന്നും അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്നും ശ്രീ രാംദാസ് അത്താവലെ പറഞ്ഞു. ഇന്ത്യ ചൈന കോർപ്സ് കമാൻഡർ തല ചർച്ചകൾ ചുഷൂൽ മോൾഡോ അതിർത്തിയിൽ തിങ്കളാഴ്ച നടന്നു. 21ാം വട്ട ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന ചർച്ചയിൽ ഇരുവിഭാഗവും വീക്ഷണങ്ങൾ പങ്കുവച്ചു. മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഇന്ത്യൻ നീതിന്യായ രംഗത്തെ അതികായനായ അദ്ദേഹത്തെ രാജ്യം പത്മവിഭൂഷൺ, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1972 മുതൽ 77 വരെയുള്ള കാലയളവിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്നു അദ്ദേഹം. ഫാലി എസ് നരിമാന്റെ വിയോഗത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സാധാരണ പൌരന്മാർക്ക് നീതി ലഭ്യമാക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. പ്രശസ്ത റേഡിയോ അവതാരകൻ അമീൻ സയാനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. തന്റെ മനോഹരമായ ശബ്ദവും ആകർഷകമായ ശൈലിയും കൊണ്ട് ശ്രോതാക്കളുടെ മനം കവർന്ന അവതാരകനായിരുന്നു അമീൻ സയാനി. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. IPL ക്രിക്കറ്റ് 17ാം പതിപ്പിന് മാർച്ച് 22-ന് തുടക്കമാകും. ആദ്യ 10 ദിവസത്തെ ഷെഡ്യൂൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ബാക്കിയുള്ള മത്സരങ്ങളുടെ പട്ടിക പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പുറത്തിറക്കുമെന്നും IPL ചെയർമാൻ അരുൺ ധുമാൽ അറിയിച്ചു. ജൂൺ 1-ന് T20 ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മെയ് അവസാനത്തോടെ IPL മത്സരങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ഒഡീഷയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ഈ മാസം 11-ന് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഷൂട്ടൌട്ടിൽ 4-2-ന് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും 10 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുതിയ സഖ്യ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ധാരണയിലെത്തി. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേതാവ് ഷെഹ്ബാസ് ഷെരീഫ് സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ഇന്നലെ രാത്രി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരി അറിയിച്ചു. തന്റെ പിതാവും പാർട്ടിയുടെ സഹ അധ്യക്ഷനുമായ ആസിഫ് സർദാരി വീണ്ടും പാകിസ്ഥാൻ പ്രസിഡന്റാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയെ തുടർന്ന് 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, തൃശൂർ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. പ്രധാന വാർത്തകൾ വീണ്ടും. റെയ്സിന സംഭാഷണം 9ാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോട്ടാക്കിസ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സമരം ചെയ്യുന്ന കർഷക നേതാക്കളെ 5ാം വട്ട ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. താങ്ങുവില ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും. ബ്രസീലിൽ ഇന്ന് ആരംഭിക്കുന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.